പ്രവാസ ഭൂമിയിൽ വെച്ച് മഹാമാരി കവർന്നെടുത്ത വാപ്പയുടെ മൃതദേഹം ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒടുവിൽ പ്രിയപ്പെട്ടവന്റെ കുഴിമാടത്തിനടുത്തെത്തി പ്രാർത്ഥനാ നിരതമായി നിന്ന് ആ കുടുംബം ആ കടം നിറവേറ്റി. കോവിഡ് ബാധിച്ച് മരണമടഞ്ഞ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഒമാനൂർ സ്വദേശി ഷംസുദ്ദീൻ ഒമാനൂരിന്റെ ഭാര്യയും 2 മക്കളും സഹോദരിയുമാണ് ഖബർ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത്. ആ ആഗ്രഹം സഫലമാക്കാനായി KMCC ബഹ്റൈൻ കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരൊന്നാകെ കൂട്ടുനിൽക്കുകയായിരുന്നു. യാത്രയുടേതടക്കം എല്ലാ ചെലവുകളും കമ്മിറ്റി വഹിച്ചു. ഡ്രൈവറായി പ്രവാസ ഭൂമിയിൽ ജോലി നോക്കിയിരുന്ന ഷംസുദ്ദീൻ മരിക്കുമ്പോൾ 45 വയസ്സായിരുന്നു. ഭാര്യയും 3 മക്കളുമുള്ള കുടുംബത്തിന്റെ ഏക ആശ്രയവും ഷംസുദ്ദീനായിരുന്നു. സന്നദ്ധ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു ഷംസുദ്ദീൻ. KMCCയുടെ പ്രവർത്തനങ്ങളിലെല്ലാം ജോലി സമയം കഴിഞ്ഞും സഹകരിക്കുന്ന സന്മനസ്സിനുടമ. കോവിഡ് ബാധിച്ച രോഗികൾക്ക് മരുന്നും ഭക്ഷണവും എത്തിക്കുന്നതിനായി ഓടി നടക്കുകയായിരുന്ന ഷംസുദ്ദീനാണ് സഹപ്രവർത്തകരുടെ ഓർമ്മയിലുള്ളത്. ഏതു പ്രവർത്തനത്തിനും സദാ സന്നദ്ധനായി മുൻനിരയിലുണ്ടായിരുന്ന ചുറുചുറുക്കുള്ള യുവാവ്. തന്റെ സുരക്ഷ നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കാനായി ഷംസുദ്ദീൻ നടത്തിയ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ കോവിഡിനിരയാക്കിയത്. 2021 മെയ് 5-നായിരുന്നു മരണം. കോവിഡ് പ്രോട്ടോകോൾ നിലനിന്നതിനാൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അന്ന് സാധിച്ചിരുന്നില്ല. പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണണമെന്ന ഭാര്യയുടെയും സമ്മാനങ്ങളുമായി അവധിക്കെത്തുമെന്ന് കരുതി കാത്തിരുന്ന മക്കൾക്കും അരികിലെത്തിയത് സങ്കടങ്ങളുടെ വാർത്തകൾ മാത്രമായിരുന്നു. പക്ഷേ പിതാവിനെ കബറടക്കിയ സ്ഥലമെങ്കിലും കാണണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതറിഞ്ഞ KMCC ബഹ്റൈൻ കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റി ആ ആഗ്രഹം നിറവേറ്റണമെന്ന തീരുമാനത്തിലെത്തി. ഷംസുദ്ദീനെ കബറടക്കിയ ബുസൈദീൻ കാനൂൻ മസ്ജിദ് ഖബർസ്ഥാനിൽ കുടുംബത്തെ എത്തിച്ച് ആ കടമ അവർ നിറവേറ്റി. പ്രാർത്ഥനയ്ക്ക് സമസ്ത ബഹ്റൈൻ ഉപാധ്യക്ഷൻ സയ്യിദ് യാസിർ ജിഫ്രി തങ്ങൾ നേതൃത്വം നൽകി. KMCC പ്രവർത്തകർക്ക് കുടുംബം ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുകയും ചെയ്തു.